ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ടെയിൽസ് ഓഫ് ഗ്രീഷിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഈ കാണുന്ന മനോഹരമായ റോഡിലൂടെയുള്ള യാത്ര എങ്ങോട്ടേക്കാണെന്നല്ലേ? ഞങ്ങളിപ്പോൾ ഉള്ളത് UK വെയിൽസിലാണ്. വെയിൽസിലെ തന്നെ കാർമാർത്തൻ എന്നൊരു ഗ്രാമപ്രദേശത്തുള്ള Airbnb ഫാം ഹൗസിലേക്കാട്ടോ ഈ യാത്ര. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി 1-2 ദിവസം നമ്മൾ ഫാം ഹൗസിൽ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. നല്ല പച്ചപ്പും ശാന്തതയൊക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലമാട്ടോ ഇത്. അങ്ങോട്ടേക്ക് പോകുന്ന ആ റോഡ് ആണ്. പിന്നെ ഞങ്ങൾ താമസിച്ച ഫാം ഹൗസുകാർക്ക് സ്വന്തമായിട്ട് ഒരു വലിയ ഫാം തന്നെയുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ വരവേറ്റത് ഒരുപാട് ആടുകളും കുതിരകളും ഒക്കെയാണ്. അപ്പോൾ അവരത്രയും അടുത്ത് നിന്ന് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു. പരിസരത്തെ കാഴ്ചകളൊക്കെ കൂടുതൽ എന്നെ ആകർഷിച്ചത് ഈ കൂട്ടുകാരായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനോഹരമായ ഫാമിലെ ആടുകളെയും കുതിരകളെയും ഒക്കെ കാണാൻ പോയ ഒരു കഥയാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോകാം. ഫാം ഹൗസിൽ ഞങ്ങൾ ആദ്യം പോയത് ആടുകളുടെ ബാണിലേക്കാണ്. വളരെ വലിയ കൊമ്പുള്ള മുട്ടനാടുകളെ ഇവർ സെപ്പറേറ്റ് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഫെബ്രുവരിയിൽ ജനിച്ച കുഞ്ഞാടുകളും അവയുടെ അമ്മമാരും ഒക്കെയുണ്ട്. അമ്പു ആദ്യമായിട്ടാണ് ഇത്ര ആടുകൾ അടുത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഇവിടുത്തെ രീതി എന്താണെന്ന് വെച്ചാൽ രാവിലെ ഒരു 7 മണിയോടെ ഇവർ പാൽക്കറവെല്ലാം കഴിഞ്ഞിട്ട് നേരെ ആടുകളെ മേയാൻ വിടും. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം 6 മണിയോടെ അവരെല്ലാവരും തിരിച്ച് കയറ്റുകയും ചെയ്യും. ഇവിടെ മറ്റൊരു കൗതുകം എന്താണെന്ന് വെച്ചാൽ UK നിയമപ്രകാരം എല്ലാ ആടുകൾക്കും പശുക്കൾക്കെല്ലാം ഒരു മഞ്ഞ ടാഗ് അവർ ചെവിയിൽ അടയ്ക്കും. പക്ഷേ ഈ ഫാമിൽ ഒന്നിനും ടാഗില്ല. കാരണം പണ്ട് ടാഗ് അടിച്ചപ്പോൾ ഒരു ആടിൻ്റെ ചെവി പഴുത്ത് മുറിഞ്ഞു പോയത്രേ. അതിനുശേഷം വിഷമം കൊണ്ട് ഇവർ ടാഗ് അടിക്കാറില്ല ഒന്നിനും. പകരം എല്ലാ ടാഗും വാങ്ങി വീട്ടിൽ സൂക്ഷിച്ച് വെക്കാറാണ് പതിവെന്നാണ് പുള്ളി പറഞ്ഞത്. ഇവരെല്ലാം മക്കളെ പോലെ ആട്ടോ എല്ലാ ജീവികളെയും കാണുന്നത്. ആടുകൾക്ക് ശേഷം ഞങ്ങൾ പോയത് ഈ കാണുന്ന എലി എന്ന കുഞ്ഞു കുതിരയെ കാണാനാണ്. ശരിക്കും ഈ ഫാം ഹൗസിലെ എല്ലാ ജീവികൾക്കും ഉടമസ്ഥയായ വേണ്ടി ഓരോരോ പേരിട്ടാട്ടോ വിളിക്കുന്നത്. അമ്പുവിനാണെങ്കിൽ എലീനെ കണ്ടപ്പോൾ വളരെ അത്ഭുതവും സന്തോഷവും തോന്നി. കാരണം അവൾ ആദ്യമായിട്ടാണ് ഒരു കുഞ്ഞു കുതിരയെ അത്ര അടുത്ത് കാണുന്നത്. ഞാനും അതേ കേട്ടോ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ എലി പണ്ട് ഫാമിലെ മൈതാനത്തൊക്കെ മറ്റു കുതിരകളുടെ കൂടെ മേയാൻ പോകുമായിരുന്നു. പക്ഷെ പുള്ളിക്കാരി എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത് ഡോക്ടർ എലിക്ക് ഹോഴ്സ് ഇക്വാലൻ്റ് ഡയബറ്റീസ്, അതായത് പ്രമേഹ രോഗം കണ്ടെത്തി. അപ്പം കുതിരകളിൽ വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു രോഗമാണിത്. അതുകൊണ്ട് തന്നെ എലീനെ ഇപ്പോൾ അവർ പുറത്ത് ഫീൽഡിൽ മേയാൻ പോകാൻ വിടാറില്ല. അതിന് പകരം മറ്റുള്ള ഫീഡാണ് കൊടുക്കാറ് എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. എന്നിരുന്നാലും വളരെ ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞു കുതിര കേട്ടോ ഇത്. നല്ല ഭംഗിയാണ് കാണാനും. എലീനെ കണ്ട ശേഷം ഞങ്ങൾ നേരെ പോയത് തൊട്ടടുത്തുള്ള സെക്ഷനിലേക്കാണ്. അവിടെ നിറയെ മുയൽക്കുട്ടന്മാരുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അക്രമ സ്വഭാവം ഉള്ളത് കൊണ്ട് കൂട്ടിലിട്ടിരിക്കുന്ന ഒരു പരുന്തുണ്ട്, ഫാൽക്കണോ റാപ്റ്റർ. അത് പുള്ളിക്കാരിയുടെ മോള് മാത്രമായിട്ടേ അതങ്ങടെ ഇണങ്ങത്തുള്ളൂ. അതുകൊണ്ട് അതിന് കൂട്ടിലിട്ടേക്കാം. പിന്നെ കുഞ്ഞനെലികളായ ഹെഡ്ജ് ഹോഗുണ്ട്, സുന്ദരൻ മുയൽക്കുട്ടന്മാരുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് കോഴികളുണ്ട്. അങ്ങനെ ഒരുപാട് ജീവികളുണ്ട്. കോഴികളെ ഇവർ കൂട്ടിൽ ഇട്ടേക്കുന്നത് കുറുക്കന്മാരുടെ ശല്യം ഉള്ളത് കൊണ്ടാണ് കേട്ടോ പുള്ളിക്കാരി പറഞ്ഞത്. നല്ല അടച്ചുറപ്പുള്ള കൂടാണേ. ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഓൾവേസ് കം അറ്റ് ദി എൻഡ് ഓഫ് ദ ഷോ എന്ന പോലെയായിരുന്നു ഞങ്ങൾ ഈ കുതിര കണ്ടപ്പം. ശരിക്കും അണ്ടറടിച്ചു പോയി. ഇത് ഐറിഷ് കോബ് ഇനത്തിൽപ്പെട്ട ലോല എന്ന് വിളിപ്പേരുള്ള ഒരു കുതിരയാണ്. ഇതൊരു നല്ല കാണാൻ ഭംഗിയുള്ളൊരു കുതിരയാട്ടോ. നല്ല സുന്ദരി കുതിര. ഞാൻ സത്യം പറഞ്ഞാൽ ചുവചിത്രങ്ങളിലും സിനിമയിലും ഒക്കെ മാത്രമേ ഇങ്ങനത്തെ കുതിരനെ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഞാനും നേരിട്ട് ഇങ്ങനത്തെ കുതിരയെ കാണുന്നത്. പെൻറ്റി പറഞ്ഞത് ഈ കുതിരയെ ഇവരെ 6 മാസമുള്ളപ്പോൾ റെസ്ക്യൂ ചെയ്തെടുത്തതാണ്. അന്നേരം ഇത് ഭയങ്കര ക്ഷീണിച്ച് എല്ലും തോലും ആയിട്ടിരുന്ന കുതിരയാണ്. ഇപ്പോൾ ഈ കുതിരയ്ക്ക് 12 വയസ്സായി. ഇവർ ശരിക്കും പറഞ്ഞാൽ വെയിൽസിലല്ലായിരുന്നു ആദ്യം, ഇവർ ബർമിഹാമിലായിരുന്നു. അപ്പം ബർമിഹാമിൽ നിന്ന് ഇവർ റീലൊക്കേറ്റ് ചെയ്താണ് വെയിൽസിലേക്ക് വന്നത്. അപ്പം ഇവരുടെ കൂടെ ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന ഒരേ ഒരു ജീവി ഈ ലോല എന്ന് പറഞ്ഞ കുതിരയാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി മക്കളെ നോക്കുന്ന പോലെയാണ് ആ കുഞ്ഞു
കുതിരയെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ആ കുതിരയ്ക്ക് 12 വയസ്സായതുകൊണ്ട് തന്നെ ആ കുതിരേനെ റൈഡൊന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇവർ ഈ കുതിരേനെ ഓടിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ റൈഡൊന്നും ചെയ്യുന്നില്ല. പക്ഷെ വളരെ സുന്ദരിയായിട്ടുള്ളൊരു കുതിര കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കുതിരേനെ ഇത്രയും അടുത്ത് നേരിട്ട് കാണുന്നത്. ഈ കുതിരയ്ക്ക് അമ്പു ഫുഡ് കൊടുക്കുന്ന ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരൊക്കെ പോയി കാണുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടത് ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന പുല്ലുകളാണ്. ഇത് വിൻ്ററിലേക്ക് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഉപയോഗിക്കുന്നത്. ഫാം വിസിറ്റിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.